ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് കുറച്ചിട്ടുണ്ട്. ഐഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അമേരിക്കയിലുള്ളിൽ നല്ല വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. ഇത് വില കയറും എന്നുള്ളത് ട്രംപ് പ്രഖ്യാപിച്ച എല്ലാ താരിഫുകളിലും തന്നെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. കാരണം ട്രംപ് പ്രഖ്യാപിക്കുന്ന ഓരോ താരിഫും അമേരിക്കൻ സിറ്റിസൺസ് ആണ് ഇത് പേ ചെയ്ത് മേടിക്കേണ്ടത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ ആരാണോ സ്പെൻഡ് ചെയ്യുന്നത് അവരാണോ ഇത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ കാത്ത് ട്രംപ് ഇങ്ങനെ ഇരുന്നെങ്കിലും വളരെ സങ്കടത്തിൽ വിഷമകരമായിട്ട് ഷീ ജിൻപിങ്ങിന്റെ സൈഡിൽ നിന്നൊരു ഫോൺ കോൾ വരുമെന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു, ഫോണും മുന്നിലിട്ടിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷീ ജിൻപിങ് തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സ്റ്റബനായിട്ടുള്ള തീരുമാനം എടുത്ത് അഡമൻ്റായിട്ട് വേണമെങ്കിൽ ഒരു 15% കൂടെ കൂട്ടിയാലോ താരിഫ് എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നതായിട്ടാണ് വാർത്തകൾ വന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ട്രംപ് ശരി ഇനിയിപ്പോൾ ചൈന വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐഫോൺ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരുവയിൽ ഒരു വിട്ടുവീഴ്ച നടത്തിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു സൈഡിൽ ഇരിക്കെ തന്നെ അത് ചൈനയ്ക്ക് കുറച്ച് ഹാപ്പിയും കൂടിയാണ്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയെ അങ്ങനെ ഇപ്പോൾ ഇടക്കാലത്ത് ഈ ഒരു രീതിയിൽ ഈ താരിഫ് കുറയ്ക്കുന്നത് കൂട്ടുന്നത് ഐഫോൺ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്നുള്ളത് അമേരിക്കയുടേത് ചൈനയുടെ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിലുപരിയായിട്ട് ചൈന വളരെ അഡമന്റ് ആയിട്ട് നിൽക്കുന്ന റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിർണായക തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പെടാപ്പാട് മൊത്തം പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇനിയൊരു സംഭവം ചെയ്തിരിക്കുന്നത് നമ്മൾ 2 ദിവസത്തിന് മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ ബഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു എയർബേസ് അമേരിക്ക സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത്. അതായത് അവർ തന്നെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്. പക്ഷെ അതേസമയം 2021 എങ്ങനെയാണ് അമേരിക്ക ഈ ഒരു ബേസ് വിട്ടൊഴിഞ്ഞു പോയത് എന്നുള്ളത് ലോകം തന്നെ അമ്പരപ്പോടെ നോക്കി നിന്ന സംഗതിയായിരുന്നു. കാരണം ആ രീതിയിലാണ് അവർ ആ ബേസ് വിട്ടൊഴിഞ്ഞു പോയത്. അതിലേക്ക് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ആ ഒരു C-17 ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ശ്രമിച്ചതും, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ ടയറിലൊക്കെ തൂങ്ങിപ്പിടിച്ച് കയറി പോകാൻ ശ്രമിച്ചതും, അതിൽ നിന്ന് പറന്നുയർന്ന് കിലോമീറ്റർ ഉയരങ്ങളിൽ നിന്നും മനുഷ്യന്മാർ താഴേക്ക് പതിച്ച രംഗങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ സംഭവിച്ചതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ വിട്ടുപോയ ഒരു എയർബേസ് തന്നെ തിരിച്ച് അമേരിക്ക ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. C-17 ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത് എങ്ങനെയാണ് കൺഫേം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കൺഫർമേഷൻ ആണ്. ഈ ഒരു എയർബേസിനെ ചൊല്ലിയുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴത്തേക്കും, അതായത് അമേരിക്ക ഈ ഒരു ബഗ്രാം എയർബേസ് തിരികെ പിടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് മൊത്തത്തിൽ പബ്ലിഷ് ആയത്. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, അതായത് എയർബേസ് ഞങ്ങളുടെ കൺട്രോൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഈ ഒരു C-17 അവിടെ ലാൻഡ് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ ലാൻഡ് ചെയ്തില്ലെന്നോ അങ്ങനെയുള്ള വാർത്തകളൊന്നും തന്നെ അവർ ഗണ്ണിച്ചില്ല. ഇത് തന്നെയാണ് അൺഒഫീഷ്യലി ഒരു കൺഫർമേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കിയ ഒരു വാർത്ത. കാരണം അഫ്ഗാനിസ്ഥാൻ ഇതിനെ ഗണ്ണിക്കുന്നില്ല. അതിലുപരിയായിട്ട് അഫ്ഗാനിസ്ഥാൻ അമേരിക്കൻ ബന്ധം ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് പാകിസ്ഥാനെ ചെറുത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയുടെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് ഈ ബേസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ബേസിൽ നിന്നും ഈ ബഗ്രാം എയർബേസ് വിട്ടുകൊടുത്തതിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നല്ല വിയോജിപ്പുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന് എപ്പോഴും സ്ലീപ്പി ഫേസ് ബൈഡൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പോഴത്തെ CIA തലപ്പത്തിരിക്കുന്ന തുൾസി ഗബ്ബാർഡ് ഉൾപ്പെടെയുള്ള ഇവരൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എയർബേസ് വളരെ നിർണായകമായിരുന്നു. കാരണം ഈ എയർബേസ് വിട്ടുപോകാൻ പാടില്ലായിരുന്നു. കാരണം ഈ ബേസ് വിട്ടുപോയത് കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. അത് കഴിഞ്ഞിട്ട് അമേരിക്ക എത്രയോ സ്ഥലങ്ങളിൽ എയർബേസിന് വേണ്ടി ശ്രമിച്ചു. ഈവൻ ബംഗ്ലാദേശിന്റെ അടുത്ത് സെന്റ് മാർട്ടിൻ ഐലൻഡ് വരെ ശ്രമിച്ചതാണ്. ഇന്ത്യയിൽ ശ്രമിച്ചു, കിട്ടിയില്ല, നടന്നില്ല. ഇതേപോലെ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു പ്ലേസ് കയ്യിൽ ഉണ്ടായിരുന്നു. ഈ ബഗ്രാം എയർബേസ് അമേരിക്ക തന്നെയാണ് ബിൽഡ് ചെയ്തത്. 2 റൺവേ ഉണ്ട്, 2 തന്നെ പ്രൂഫ് റൺവേ ആണ്. ബോംബിട്ടാൽ പോലും തകരാത്ത രീതിയിലുള്ള സെറ്റപ്പ് റൺവേ ആണ്. അഥവാ അതിന്റെ മേളിൽ ആക്രമണം നടന്നെങ്കിലും വിത്തിൻ അവറിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്ത് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ അത് വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എയർബേസ് ആണത്. അതിലുപരിയായിട്ട് അവിടെ 100 ബെഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഇതെല്ലാം തന്നെ അവർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 2001 മുമ്പായിട്ട് അമേരിക്ക അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫെസിലിറ്റീസ് ആണ് ഇതൊക്കെ ഇപ്പോഴും അവിടെ അതേപോലെ തന്നെ നിൽക്കും. അവിടെ ശരിക്കും അമേരിക്കയുടെ ഫാക്കൽറ്റി കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്, ഫെസിലിറ്റി അവിടെ തന്നെ ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചൈനയാണ് അവർ എയിം ചെയ്യുന്നത്. ഇതിൽ 2 ഗുണങ്ങളാണ് അമേരിക്ക നോക്കുന്നത്. ഒന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള റെയർ എർത്ത് എലമെന്റ്സിനെ അവർ എയിം ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഷിങ്ജിയാങ് പ്രൊവിൻസിലാണ് ഏറ്റവും കൂടുതൽ ചൈന അവരുടെ ആണവായുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതും വളരെ ക്ലോസർ പ്രോക്സിമിറ്റിയിലുള്ള അതായത് വിതിൻ 1 അവറിൽ തന്നെ ഈ ഒരു ബഗ്രാം എയർബേസിൽ നിന്നും ചൈനയുടെ ഈ ഒരു സിങ്ജിയാങ് പ്രൊവിൻസിൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇറാൻ
അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ വരുന്ന വളരെ കൃത്യമായിട്ട് ഒരു 2000 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്, സെന്റർ പോയിന്റ് ആണ് ഈ ഒരു ബഗ്രാം എയർബേസ്. അപ്പൊ ഇത് അമേരിക്ക തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CIA ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഈ ഒരു C-17 ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ താഴെ, അതായത് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ വഴി ചൈനയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ മലാക്ക സ്ട്രേറ്റിൽ ഇന്ത്യയുടെ കൺട്രോൾ ഉണ്ട്. ഇന്ത്യ മലാക്ക സ്ട്രേറ്റിന്റെ അടുത്ത് ആൻഡമാൻ നിക്കോബാറിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചൈനയ്ക്ക് ഈ ഒരു റൂട്ട് വളരെ ചാലഞ്ചിങ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഈ സീപക് കോറിഡോർ ത്രൂ ഇറാനിലുള്ള ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈനുകളായിക്കോട്ടെ ഇതെല്ലാം തന്നെ ഒരു ഗ്വാഡാർ തുറമുഖം വഴി നടപ്പിലാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് സീപക് കോറിഡോർ അവിടെ അങ്ങോട്ട് നീക്കിയത്. അവർ ഇന്ത്യയെ മറികടന്നുകൊണ്ട് ഒരു ബദൽ റൂട്ടിനാണ് ഒരു പ്ലാൻ ഒരുക്കിയത്. പക്ഷെ അവിടെയും ഇന്ത്യയുടെ സ്ഥലത്തൂടെയാണ് ഈ ഒരു റൂട്ട് കടന്നു പോകുന്നത്. ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ റൂട്ട് വഴിയാണ് ഈ ഒരു സീപക് കോറിഡോർ കടന്നു പോകുന്നത്. അതും ഫ്യൂച്ചറിൽ ഇന്ത്യ അവകാശം ഉന്നയിക്കുന്ന ഇന്ത്യയുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് താഴെ മലാക്ക സ്ട്രേറ്റിലായിക്കോട്ടെ, അതേപോലെ മുകളിൽ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ സീപക് റൂട്ട് ആയിക്കോട്ടെ, ചൈനയ്ക്ക് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. തൽക്കാലം ഇന്ത്യ ഈ ഒരു നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് കുറച്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അമേരിക്ക അവിടെ പോകുന്നത് തന്നെ ഈ റൂട്ടൊക്കെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അമേരിക്കയ്ക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. അതിലുപരിയായിട്ട് വക്കാൻ കോറിഡോറിനെ വെച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ പലപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ബലൂചിസ്ഥാൻ മേഖലയ്ക്കും ഇത് കുറച്ച് ആശ്വാസകരമാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ കാബൂൾ മുതൽ ബലൂചിസ്ഥാൻ ക്വാറ്റ വരെയുള്ള റെയിൽവേ പ്രോജക്ട് ഓൾറെഡി തന്നെ ചൈന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ തടഞ്ഞു വെച്ചിരുന്ന പദ്ധതിയാണ്. അത് അഫ്ഗാനിസ്ഥാനിൽ ചൈനയുടെ ഇടപെടൽ കൂടിയത് കൊണ്ട്, ചൈനയ്ക്ക് ആ ഒരു പ്രോജക്ട് കിട്ടിയത് കൊണ്ടും, ചൈനയ്ക്ക് പാകിസ്ഥാനിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടും ഈ ഒരു പ്രോജക്ട് ചൈന നടപ്പിലാക്കുന്നുണ്ട്. ചൈനയുടെ അടുത്ത് കടം മേടിച്ച് മുടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ചൈനയുടെ കണ്ടീഷനുകൾക്ക് ഒരിക്കലും തന്നെ എതിര് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പദ്ധതി ചൈന പ്രഖ്യാപിച്ചാലും പാകിസ്ഥാന് നിരുപാധികം ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ കാബൂൽ മുതൽ ക്വറ്റ എന്ന് പറഞ്ഞ ബലൂചിസ്ഥാനിൽ ഇരിക്കുന്ന സ്ഥലം വരെയുള്ള റെയിൽവേ പ്രോജക്ട് ഇപ്പൊ നടപ്പിലാക്കുന്നത്. പക്ഷെ എന്നാലും ഇത് തർക്കം തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ബോർഡറിൽ എത്തുമ്പോഴത്തേക്കും ഇതൊരു തർക്ക പ്രദേശം തന്നെയാണ്. ഇതിലിപ്പോഴും റെയിൽവേ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നിരീക്ഷിക്കാനും ഇതിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാനും ചൈനയെ ശരിക്കും പറഞ്ഞാൽ പിടിമുറുക്കാനുമാണ് ശരിക്കും അമേരിക്ക ചൈനയ്ക്ക് ചുറ്റിലും ഒരു വലയം തീർത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ മെയിൻ ടാർഗറ്റ് ചൈനയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിപ്പോ ഈ താരിഫ് പ്രഖ്യാപിച്ച സമയം തൊട്ട് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ എടുത്തു മാറ്റിയാലും ചൈനയ്ക്ക് എടുത്തു മാറ്റാത്ത പ്രതീതി. അതേപോലെ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ആ ഒരു എയർബേസ് ഏറ്റെടുക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമുക്ക് ഗുണകരമാണ്. കാരണം അമേരിക്ക നല്ല റിലേഷൻഷിപ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ അഫ്ഗാനിസ്ഥാനുള്ളിൽ നടപ്പിലാക്കിയതും ഈ ഒരു ബന്ധം ഏറ്റവും കൂടുതൽ ഊഷ്മളമായി അഫ്ഗാനിസ്ഥാനുമായിട്ട് പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻ ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാൻ ജനങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബോണ്ടേജ്. ആ ഒരു ബോണ്ടേജ് ഉള്ളത് കൊണ്ടാണ് താലിബാന് പോലും ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ അഫ്ഗാനികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ കുറെ പ്രോജക്റ്റുകളുണ്ട്, സ്കോളർഷിപ്പ് ഉൾപ്പെടെ, എഡ്യൂക്കേഷൻ ഉൾപ്പെടെ, അവരുടെ പാർലമെന്റ് മന്ദിരം പണിത് ഉൾപ്പെടെ, അവർക്ക് ഡാം പണിത് ഉൾപ്പെടെ, ഇതുപോലെ പല പ്രോജക്റ്റുകൾ, നിർണായക പ്രോജക്റ്റുകളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ നടപ്പിലാക്കിയത്. ഇതൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് താലിബാന് ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റാത്തതിന്റെ അവസ്ഥ വന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമേരിക്കയ്ക്കുള്ള അവസ്ഥ എന്താണ്? അമേരിക്ക ജിയോ പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഇപ്പൊ അമേരിക്കയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചൈനയാണെങ്കിൽ അമേരിക്കയ്ക്ക് എതിരുമാണ്. ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ലിറ്ററലി ചൈന എന്ന് തന്നെ പറയാം പാകിസ്ഥാൻ. ആ രീതിയിൽ മാറിയിരിക്കുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലുപരിയായിട്ട് ബംഗ്ലാദേശിലേക്കും കൂടെ രണ്ടുപേരും കൂടെ തീവ്രവാദം ഒരുമിച്ച് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവരവിടെ നോക്കുന്നത്. ആ ഒരു ബേസിക് ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെയും അമേരിക്കയുടെയും ജിയോ പൊളിറ്റിക്കലി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് ഈ ഒരു പ്രദേശത്ത്, ഈ അഫ്ഗാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രദേശത്ത് ഏകദേശം സിമിലാരിറ്റി ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇത് ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അമേരിക്ക അവിടെ വരുന്നത് കൊണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അവിടെ ഒരു രീതിയിലും തടസ്സപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഡിസ്റ്റർബ് ആവാൻ പോകുന്നത് ചൈനയാണ്. കാരണം ചൈന കുറച്ച് പൈസ കൂടുതൽ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പം ഈ ഒരു ഇടപെട്ട കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ താലിബാൻ വന്നതിന് ശേഷം. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു ദോഷം വരാനില്ല. ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതേസമയം ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരും. പക്ഷെ പാകിസ്ഥാൻ ഇതിനകത്ത് വിയോജിപ്പ് ഡയറക്റ്റായിട്ട് രേഖപ്പെടുത്തില്ല, കാരണം അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പോലും ഗണ്ണിച്ച് പറയാനുള്ള കെൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ.
ഈ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ അതെന്തായാലും കൈമാറി കിട്ടിയ സ്ഥിതിക്ക് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതും പോയിട്ട് ഇത് എക്സ്ട്രാഡിറ്റ് ചെയ്ത് കിട്ടിയ ഒരു കുറ്റവാളിയാണ്. അപ്പൊ അതിനകത്ത് പരിമിതികളുണ്ട്, രാജ്യങ്ങളുടെ ഇടപെടലുണ്ട്, ഡിപ്ലോമാറ്റിക്കലി നമുക്ക് തന്നെ ഈ തഹാവൂർ റാണയുമായിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയും കൂടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു തീർപ്പൊന്നും ചിലപ്പോൾ തഹാവൂർ റാണയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വരില്ല. പക്ഷെ പല രീതിയിലും ഇന്റർനാഷണലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്ത്യക്കുള്ളിൽ നടന്ന ഈ ഒരു ആക്രമണം, ഈ ഒരു കൊലപാതകങ്ങൾ, ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനും അവരെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു അവസരം ഇന്ത്യക്ക് ലഭിക്കും. അതാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇതിനകത്ത് തഹാവൂർ റാണയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാള് മുംബൈയിൽ തന്നെ, അതായത് ഈ ഒരു 1971 ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ട ആ ഒരു മൊമെന്റ്, അതിനകത്ത് ഒപ്പിടാൻ നേരത്ത് നിന്ന് അതിനകത്ത് ചുറ്റിപ്പറ്റി നിന്ന കുറെ ഓഫീസേഴ്സ് ഉണ്ട്. ഈ ഓഫീസേഴ്സ് എല്ലാം തന്നെ മുംബൈയിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലമൊക്കെ ഇയാൾ മോണിറ്റർ ചെയ്തിരുന്നു, ഇയാള് കണ്ട് വിലയിരുത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാത്തത്, പലരും ഈ ഒരു തഹാവൂർ റാണയെ കുറിച്ചാണ് പലതരത്തിലുള്ള വീഡിയോകൾ ഇട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനകത്ത് ഫോക്കസ് ചെയ്യാത്തത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വിഷയം, ഈ ഞാൻ പറഞ്ഞ വിഷയം പല ന്യൂസ് മീഡിയയിലും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറയുന്നത്. തഹാവൂർ റാണയുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു മുംബൈയില് ഈ 1971 ബംഗ്ലാദേശ് രൂപീകൃതമായ ആ ഒരു സമയത്ത് ഒപ്പിട്ട് മെയിൻ ആയിട്ട് ആ ഒരു സമയത്ത് ലീഡ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരിൽ ബംഗ്ലാദേശ് രൂപീകരിക്കാൻ കാരണകർത്താവായിട്ടുള്ള ആൾക്കാരിൽ കുറെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ബോംബെയിലെ ഒരു പ്രത്യേക കോളനിയിലാണ്. ആ കോളനി ഇയാൾ പോയി സൂപ്പർവൈസ് ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്, അതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഔട്ട്ലൈൻ ഇതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ അയാളുടെ വായിൽ തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ USA ഇലക്ട്രോണിക്സ് അഥവാ ആപ്പിൾ ഫോണിന്റെ താരിഫ് കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നേരം വെളുക്കുമ്പോൾ തീരുമാനം മാറ്റുന്ന പറഞ്ഞിട്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് അങ്ങനെ തന്നെയാണ് ചെയ്യുക, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ അതിനകത്ത് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് സ്വന്തം കിഡ്നി വരെ വിറ്റിട്ട് ആപ്പിൾ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ രീതിയിലുള്ള ആപ്പിൾ ഫോണിന്റെ താരിഫ് കുറയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ 2 കിഡ്നിയും വിറ്റിട്ടെങ്കിലും ആപ്പിൾ ഫോൺ മേടിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു കിഡ്നിയെങ്കിലും സേവ് ചെയ്ത് വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഇപ്പോൾ ഒരു താരിഫ് കുറച്ചു കൊടുത്തിരിക്കുന്നത്. ഇറാനുമായിട്ട് നടന്ന ഈ ഒരു ഡയറക്റ്റ് ടോക്ക്, ഇൻഡയറക്ട് ടോക്ക് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, ഒരു റൂമിൽ നിന്ന് സംസാരിച്ചാലും 2 വ്യത്യസ്ത റൂമുകളിൽ നിന്ന് സംസാരിച്ചാലും ഇതിനകത്ത് ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഡിഫറൻസ് തന്നെ കണ്ടെത്താനില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവര് ഇൻഡയറക്ട് ടോക്ക് എന്ന് ഇറാൻ എടുത്തു പറയുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല. ആയത്തുള്ള ഖമനേയി ചെറിയ പ്രായം മുതലേ അവരുടെ ചങ്ങാതിമാരുണ്ടല്ലോ, അത് കൂട്ടുകാർ, അപ്പൊ അവർക്ക് ഇപ്പൊ നല്ല പ്രായമുണ്ട്, അവരൊക്കെ ഈ മതത്തിൽ പഴുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പഴംപൊരിയൊക്കെ തിന്നുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞത് ഖമനേയി ചെയ്ത് ശരിയായില്ല, അമേരിക്ക എന്ന് പറഞ്ഞാൽ കാഫറുകളാണ്, കാഫറുകളുമായിട്ട് എങ്ങനെയാണ് നേരിട്ട് ചർച്ച നടത്തുന്നത്, ഇത് നമ്മളുടെ നിയമത്തിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത വിഷയമാണെന്നുള്ളത് ഖമനേയിയെ തന്നെ ഒരുമാതിരി കളിയാക്കി പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് അമേരിക്കയുമായിട്ട് ഇൻഡയറക്റ്റ് ചർച്ചയാവാം, ഞാൻ നേരിട്ട് ചർച്ച നടത്തുന്നില്ല, നിയമപരമായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, കാരണം അമേരിക്കയുമായിട്ടൊക്കെ ചർച്ച നടത്തിയാലേ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കത്തില്ല എന്നുള്ള പേടിയായിരിക്കും, കാരണം വയസ്സും പ്രായമായി വരികയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖമനേയി ഇൻഡയറക്ട് ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇറാന്റെ ഉള്ളിലുള്ള ഇന്റർണൽ പൊളിറ്റിക്സ് ആണ്. ഇവർ അമേരിക്കയെ കുറിച്ച് ഉയർത്തി വെച്ചിരിക്കുന്ന സോ കോൾഡ് ഒരു വിഷയമുണ്ട്, ആ ഒരു അജണ്ട, ആ ഒരു പ്രൊപ്പഗണ്ട, അതാണ് ഇവരെ കൊണ്ട് ഇൻഡയറക്ട് ടോക്ക് എന്ന് പറയിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഇൻഡയറക്ട് ടോക്കുമായിട്ടും പൊതുവില് വെളിയിലുള്ള ലോകരാജ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ഇൻഡയറക്ട് ടോക്ക് ആയാലും ഡയറക്ട് ടോക്ക് ആയാലും മറ്റുള്ള രാജ്യങ്ങൾക്ക് എന്താണ്, ഒരു കുഴപ്പമില്ല. ഇത് മൊത്തത്തിൽ പൊളിറ്റിക്കലി ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ടത്, ഒരു ഫേവർ ഉണ്ടാക്കേണ്ടത് ഇറാന്റെ ഇന്റർണൽ പൊളിറ്റിക്സിലാണ്. അതുകൊണ്ടാണ് അവർ ഇൻഡയറക്ട് ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ട് ടോക്കിന്റെ വിഷയം മനസ്സിലായല്ലോ, ഇതാണ് അവരുടെ കാതലായ വിഷയം. മതപരമായ ചില ആശയങ്ങളും ഇറാന്റെ ഇന്റർണൽ പൊളിറ്റിക്സും ഇതിനകത്ത് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ വരുന്നത്. ഞാനത് ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കാം. ഇത് ആയത്തുള്ള ഖമനേയിയുടെ കൂട്ടുകാരൻ തന്നെ പറയുന്നതാണ്. കൂട്ടുകാരൻ ഉപദേശിച്ചിട്ടുണ്ട് അത് അമേരിക്കയുമായിട്ട് എങ്ങനെയാണ് ചർച്ച നടത്തുന്നത് എന്നുള്ള രീതിയിൽ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നാണക്കേടാണ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നത് ഖമനേയിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഖമനേയി ഇങ്ങനെ ഇൻഡയറക്ട് ടോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ മസൂദ് പെസസ്കിയാൻ എന്ന് പറഞ്ഞ അയാളുടെ ഒരു താല്പര്യം കൊണ്ടാണ് ഈ ഒരു ടോക്കൊക്കെ ഈ രീതിയിലെങ്കിലും മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, മിഡിൽ ഈസ്റ്റേൺ വോയിസ് സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിൽ പോയി ചർച്ച നടത്തിയല്ലോ. അപ്പൊ ഈ ചർച്ച നടത്തിയപ്പോഴത്തേക്ക് എന്താണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് മെയിൻ ആയിട്ട് നടന്ന ചർച്ചയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് വേറെ, അതിലുപരിയായിട്ട് ഒരു പർട്ടിക്കുലർ വിഷയം, എവിടെയും ബിസിനസ് താല്പര്യമാണല്ലോ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെച്ച ബിസിനസ് താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ഉക്രൈനിലൂടെ റഷ്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ പൈപ്പ് ലൈൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഈ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് റഷ്യ ഉക്രൈന് കൊടുക്കുന്നത് ഏതാണ്ട് $1 ബില്യൺ ആനുവലി ഇതിന്റെ റെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൈപ്പ് ലൈനിലൂടെ യൂറോപ്പിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാല് ഉക്രൈനിന് ഈ ഒരു $1 ബില്യൺ ഇപ്പൊ കിട്ടുന്നില്ല. പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഇപ്പം
ഒരു ഗ്യാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഉക്രൈന് ഈ ഒരു $1 ബില്യൺ കിട്ടുന്നില്ല. ഉക്രൈന് ഈ ഒരു $1 ബില്യൺ കിട്ടുന്നില്ല എന്നുള്ളതിലുപരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഏതാണ്ട് $5 ബില്യൺ നഷ്ടമുണ്ട് ഇതിനകത്ത്. ഈ ഒരു നഷ്ടം ഇങ്ങനെ നിലനിൽക്കെ ഉക്രൈന്റെ പോർഷനിലുള്ള ആ ഒരു പൈപ്പ് ലൈൻസ് മാത്രം അമേരിക്കൻ കമ്പനിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതായത് ഈ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വേറെ, അതിലുപരിയായിട്ട് ഉക്രൈന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു എൻറ്റയർ പൈപ്പ് ലൈൻ, റഷ്യയുടെ പൈപ്പ് ലൈൻ കണക്ഷൻസ് മൊത്തം അമേരിക്ക ഏറ്റെടുക്കാനാണ് തീരുമാനിക്കുന്നത്. റഷ്യക്ക് അത് ഓക്കെയാണ്. റഷ്യക്ക് എന്തായാലും ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അവർക്ക് $5 ബില്യന്റെ പ്രോഫിറ്റ് ഉണ്ടാവും. അതേസമയം ഇവർക്ക് ഉക്രൈന് കൊടുക്കേണ്ട ഈ ഒരു $1 ബില്യൺ ഇനി കൊടുക്കുകയും വേണ്ട. അപ്പൊ അങ്ങനെ റഷ്യക്ക് ലാഭ കച്ചവടമാണ്. അപ്പൊ റഷ്യ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞു, അത് ഓക്കെയാണ്, നിങ്ങൾ എടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈൻ കൂടെ സമ്മതിക്കണം. കാരണം ഉക്രൈന്റെ ലാൻഡിലൂടെയാണല്ലോ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പൈപ്പ് ലൈൻ. ഉക്രൈന്റെ ഒരു ടീം ഇപ്പൊ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അപ്പൊ അവര് റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട ഡീലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിനകത്ത് പ്രാഥമികമായിട്ട് ചർച്ച നടത്തുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു വിഷയം കൂടെ അമേരിക്ക ഇപ്പൊ എടുത്ത് ആ പോക്കറ്റിലിടും. ഈ പൈപ്പ് ലൈനിന്റെ വിഷയം കൂടെ എടുത്ത് അങ്ങ് പോക്കറ്റിൽ വെക്കും. ബന്ധപ്പെട്ട് ഉക്രൈന് നോ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം റഷ്യയുടെ പൈപ്പ് ലൈൻ ആണ് ഇതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള പേരിലാണല്ലോ ഉക്രൈൻ അതിനെ ഈ രീതിയിൽ കണ്ടംപ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ആക്രമിക്കുന്നത്, ചിലപ്പോൾ പൊട്ടിക്കുന്നത്, ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ബ്ലാക്ക് സീയിലുള്ള സീസ്ഫയർ എങ്ങനെയാണ് അമേരിക്ക നടപ്പിലാക്കിയത്? ഇതേ മെത്തേഡാണ് ഈ ഒരു പൈപ്പ് ലൈനും കൂടെ അമേരിക്ക കൊണ്ടുവരുന്നത്. ഈ പൈപ്പ് ലൈൻ ഏതെങ്കിലും വിധേന അമേരിക്കയുടെ കൈക്കിലേക്ക് പോവാണ്. ഉക്രൈൻ അതിന് ഓക്കെ പറയും. കാരണം അമേരിക്ക കൊടുത്ത പൈസയ്ക്കൊക്കെ ഒരു മറുപടി, ഒരു പ്രതിഫലം എന്നുള്ളതിന്റെ ഫലമായിട്ട് ഈ പൈപ്പ് ലൈൻ എഴുതി തരൂ, ഈ ഒരു സ്ഥലങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാം എന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനിയെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഇറാനുമായിട്ട് അമേരിക്ക നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ ഡിസപ്പോയിന്റഡ് ആണ്, അത് നമ്മൾ തുറന്നു തന്നെ പറയേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, ഇവർ നെക്സ്റ്റ് വീക്കിലേക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്തത്. കാരണം സാറ്റർഡേ യെസ് ആർ നോ എന്നുള്ള തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചർച്ച നടന്നു വന്നപ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ആ നീട്ടിവെപ്പ് ഇസ്രായേലിന് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി അല്ലായിരുന്നു. ഇസ്രായേൽ നറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അതില് അമേരിക്ക ഇച്ചിരി ഉഴപ്പിന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. കാരണം ഇറാനുമായിട്ട് വരെ അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് തലത്തിലൊരു ചർച്ച നടത്തി, നിങ്ങൾ അടുത്ത ആഴ്ച മടങ്ങി വരൂ, അപ്പൊ അടുത്ത ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിലുപരിയായിട്ട് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെമ്പററി കരാർ, അതായത് രണ്ടുപേർക്കും മ്യൂച്വലി ഒരു ട്രസ്റ്റ് വരുന്നവരെ ഒരു ടെമ്പററി കരാർ കൊണ്ടുപോകാനാണ് ഇപ്പൊ പുതുതായിട്ടുള്ള തീരുമാനം പുറത്തു വരുന്നത്. ഒരു താൽക്കാലിക കരാർ വെക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും സംസാരിച്ചതായിട്ട് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത് ഈ ഒരു താൽക്കാലിക കരാർ എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ ഇസ്രായേലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ചൈനയുടെ പുറകെ ഇങ്ങനെ വിടാപ്പിടിയായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90% അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു EV വെഹിക്കിൾ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലിഥിയം ബാറ്ററി എല്ലാം ആയിക്കോട്ടെ, പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും 90% ചൈനയുടെ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രൊഡക്ഷൻ ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ചൈനയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ നിരുപാധികം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് അമേരിക്ക ഇപ്പൊ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് മൂലം പൈസ സമ്പാദിച്ച ചൈന ബുദ്ധിപരമായിട്ട് ആ പൈസ പല പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു. അതിലൊന്നാണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മൈൻ ഇങ്ങനെ സ്വന്തമാക്കിയത്. ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ, വിയറ്റ്നാമിലൊക്കെ ഒരുപാട് റെയർ എർത്ത് മിനറൽ കുഴിച്ചെടുക്കാനുള്ള മൈനാണ് ചൈനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ആഫ്രിക്കൻ റീജിയനിലായിക്കോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയെ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് അവരുമായിട്ട് ചേർത്ത് നിൽക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ട്രംപ് ഇത്ര ശക്തമായി താരിഫ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്തു വരുന്നത്. അമേരിക്ക ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൈന ഒരുപക്ഷെ അമേരിക്കയെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രിവെൻഷൻ എന്നുള്ള മെത്തേഡിൽ ട്രംപ് ഈ രീതിയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയും കുറെ വിഷയങ്ങളുണ്ട്. F-16 അടിച്ചിട്ടിട്ടുണ്ട്, രണ്ടാമത്തെ F-16 റഷ്യ അടിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ട്. അപ്പൊ അത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ കുറെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.